നമസ്കാരം. ദശകങ്ങളായി ശാസ്ത്രലോകത്തെ വട്ടം കുറക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ ഭൗമശാസ്ത്ര പ്രഹേളികയ്ക്ക് പരിഹാരവുമായി പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷകർ രംഗത്ത് വന്നിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ അതീവ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രതടത്തിന് കൃത്യം 92 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഭൗമശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഇസ്മായിൽ, കൊല്ലൂരു ശ്രീകൃഷ്ണ എന്നീ ശാസ്ത്രജ്ഞർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ടെക്ടോണിക് പരിണാമത്തെയും പ്രാചീന കാലഘട്ടത്തിൽ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ നടന്ന വേർപിരിയലുകളെയും കുറിച്ചുള്ള പഠനങ്ങളിൽ ഈ കണ്ടെത്തൽ പുതിയൊരു ദിശാബോധം നൽകുന്നു. അന്റാർട്ടിക്കയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിഘടിച്ചു മാറി വടക്കോട്ട് സഞ്ചരിച്ച ആ ചരിത്രപരമായ പ്രക്രിയയുടെ കൃത്യമായ കാലക്രമം നിർണ്ണയിക്കാൻ ഈ പഠനം സഹായിക്കുന്നു. സാധാരണഗതിയിൽ സമുദ്രതടങ്ങളുടെ പ്രായം നിർണ്ണയിക്കുന്നത് ഭൗമശാസ്ത്രജ്ഞർ കാന്തിക ബാർകോഡുകൾ ഉപയോഗിച്ചാണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന മാഗ്മ തണുത്തുറഞ്ഞ് പുതിയ ഭൂപാളികൾ രൂപപ്പെടുമ്പോൾ അതിലെ കാന്തിക ധാതുക്കൾ ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിക്കപ്പെടുന്നു. കാലാകാലങ്ങളിൽ ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾ ദിശ മാറുമ്പോൾ സമുദ്രതടം ഒരു വലിയ കാന്തിക ടേപ്പ് റെക്കോർഡർ പോലെ പ്രവർത്തിക്കുകയും ശാസ്ത്രജ്ഞർക്ക് വായിച്ചെടുക്കാനാവുന്ന ഒരു ബാർകോഡ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബംഗാൾ ഉൾക്കടലിൻ്റെ കാര്യത്തിൽ ഈ സാമ്പ്രദായിക രീതി പരാജയപ്പെടുകയായിരുന്നു. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. 120 മുതൽ 83 ദശലക്ഷം വർഷം വരെ നീണ്ടുനിന്ന ക്രിറ്റേഷ്യസ് നോർമൽ സൂപ്പർ ക്രോൺ എന്ന പ്രതിഭാസമായിരുന്നു ഒന്നാമത്തേത്. ഈ കാലയളവിൽ ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾ ദിശ മാറി സഞ്ചരിച്ചിരുന്നില്ല. ഇത് കാന്തിക ബാർകോഡുകൾ രൂപപ്പെടുന്നത് തടഞ്ഞു. രണ്ടാമതായി ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ എക്കലുകൾ അടിഞ്ഞുകൂടി രൂപപ്പെട്ട ബംഗാൾ ഫാൻ എന്ന 18 കിലോമീറ്റർ വരെ കട്ടിയുള്ള അവസാദ പാളികൾ ഈ പ്രദേശത്തിന് മുകളിലുണ്ട്. ഈ 2 വെല്ലുവിളികളും ചേർന്ന് ഭൂഗർഭത്തിലെ കാന്തിക സിഗ്നലുകളെ പുറം ലോകത്തിന് അപ്രാപ്യമാക്കിയിരുന്നു. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഗവേഷകർ കാന്തിക ദിശയിലുള്ള മാറ്റങ്ങളെ നോക്കുന്നതിന് പകരം Q1 എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആന്തരിക സമയ സൂചകത്തെയാണ് ആയുധമാക്കിയത്. ഇത് കാന്തിക ധ്രുവങ്ങളുടെ വിപരീത ദിശയിലുള്ള മാറ്റമല്ല, മറിച്ച് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയിൽ ആഗോളതലത്തിൽ ഉണ്ടായ നേരിയ വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്യാധുനികമായ ഗവേഷണ കപ്പലുകളിൽ ഘടിപ്പിച്ച കാന്തിക സെൻസറുകൾ, ഉപഗ്രഹ മോഡലുകൾ, ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ ഘടനകൾ മാപ്പ് ചെയ്യുന്ന സീസ്മിക് റിഫ്ലക്ഷൻ ഇമേജിംഗ് എന്നിവ സമന്വയിപ്പിച്ചാണ് ഗവേഷകർ ഈ സിഗ്നൽ കൃത്യമായി അടയാളപ്പെടുത്തിയത്. 85 ഡിഗ്രി ഈസ്റ്റ്, 90 ഡിഗ്രി ഈസ്റ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന 2 കൂറ്റൻ അന്തർഭാഗ പർവ്വതനിരകൾക്കിടയിൽ 12 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിൽ നിന്നാണ് ഈ സുപ്രധാന സിഗ്നൽ പിടിച്ചെടുത്തത്. ഈ കണ്ടെത്തൽ ഗോണ്ട്വാന എന്ന വൻകരയുടെ വിഘടനത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയൊരു നാഴികക്കല്ലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട് വേഗത്തിൽ വടക്കോട്ട് നീങ്ങിയതിൻ്റെ കൃത്യമായ കാലക്രമം മനസ്സിലാക്കുവാൻ ഇത് ശാസ്ത്രജ്ഞർക്ക് അവസരമൊരുക്കുന്നു. അതേസമയം 108 ദശലക്ഷം വർഷം പഴക്കമുള്ള Q2 എന്ന മറ്റൊരു സമയസൂചകത്തെ കണ്ടെത്തുവാൻ ഗവേഷകർ ശ്രമിച്ചുവെങ്കിലും ആ പ്രദേശത്തെ ശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലം അതിൻ്റെ സിഗ്നൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ബംഗാൾ ഉൾക്കടലിൻ്റെ അടിത്തട്ടിന് 92 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്ന കണ്ടെത്തൽ ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഭൗതിക മോഡലുകളെ പരിഷ്കരിക്കുവാൻ സഹായിക്കും. ഭൂമിയുടെ ഉപരിതലത്തെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെടുത്തിയ ആഴത്തിലുള്ളതും ചലനാത്മകവുമായ ടെക്ടോണിക് ശക്തികളെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്ന ഈ പഠനം വരും തലമുറയിലെ ഭൗമശാസ്ത്രജ്ഞർക്ക് പുതിയ ഗവേഷണ സാധ്യതകളാണ് തുറന്നിടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.